ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തത്തമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ അധികം അറിയേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ് ഹൗ ടു മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അങ്ങനെ ഒരു പ്രൂവൺ വേസ് ഇത് മാത്രമാണ് എന്നൊന്നും അങ്ങനെ ആരും കണ്ടെത്തിയിട്ടൊന്നുമില്ല. പക്ഷെ ഹൗ ടു പ്രിപ്പയർ യുവർ സെൽഫ് ഫോർ ദ മാനിഫെസ്റ്റേഷൻ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു ഡ്രീം നിങ്ങൾക്കുണ്ട്, ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിന് വേണ്ടി ആദ്യം നിങ്ങളെ പ്രിപ്പയർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് 8 സിംപ്ലിഫൈഡ് സ്റ്റെപ്സ് ടു മാനിഫെസ്റ്റേഷൻ. നമ്മൾ നോക്കാൻ പോകുന്നത് ഇതാണ്, 8 steps towards manifestations. നമ്മൾ ഓരോ സ്റ്റെപ്പുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. യെസ്, നമ്മളൊരു കോർ എക്സസൈസിന് മുമ്പ് നമ്മൾ വാമപ്പ് ചെയ്ത് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ, നമ്മളെ ബോഡി പ്രിപ്പയർ ചെയ്യുന്നത് പോലെ യു നീഡ് ടു പ്രിപ്പയർ യുവർ മൈൻഡ്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ആദ്യം മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നൊരുക്കം എന്ന രീതിയിൽ തയ്യാറാക്കി നിർത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ദിസ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കോർ മീനിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫീൽ താങ്ക്ഫുൾ ഫോർ വാട്ട് യു ഹാവ് റൈറ്റ് നൗ ഓൾറെഡി. നിങ്ങളുടെ പക്കൽ എന്താണ് ഇപ്പോൾ ഉള്ളത്, ഓൾറെഡി അതിന് താങ്ക് യു എന്ന ഫീലിങ്ങിലേക്ക് നിങ്ങൾ എത്തുക. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ ലൈഫിലുണ്ട്? യു ഹാവ് ഗുഡ് ഹെൽത്ത്. ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ, യു ആർ പ്രിവിലേജ്ഡ്. അത്രയും പ്രിവിലേജ്ഡ് ആണ് നിങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിൽ 3 നേരം ഭക്ഷണം ലഭിക്കുന്നതിന്, നല്ല ഹെൽത്ത് ഉള്ളതിന്, ഒരു ഷെൽട്ടർ ഉള്ളതിന്, നല്ല എഡ്യൂക്കേഷൻ, നല്ല ജോലി, നല്ല ഫാമിലി, വാട്ട് എവർ യു ആർ ഹാവിങ്, അതിനെല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് കോൺഷ്യസ്ലി ഫീൽ ചെയ്യുക. നോട്ട് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. അത് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. കഴിഞ്ഞ ദിവസം ഒരു കൺസൾട്ടേഷൻ്റെ ഇടയിൽ നമ്മളൊരു ഡിസ്കഷനിൽ ഹെൽത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് വേണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, യെസ്, എനിക്ക് എപ്പോഴും അതുണ്ട്, മരണം വരെ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയുള്ളൂ എന്ന് പറഞ്ഞു. There is a difference. എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹം അത് തന്നെയാണ്, അല്ലേ? That is not gratitude. Gratitude is not thinking about the future, being in the present. ഇപ്പം നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടോ? I am thankful for my health. I am thankful for my good health. And feel it and be thankful to the universe. ഇതാണ് gratitude. സോ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നും ആഗ്രഹിക്കുന്നത് എന്താണെന്നും നിങ്ങളുടെ തോട്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെടുത്ത് പറഞ്ഞത് ഐ നോ മെജോറിറ്റി ആൾക്കാർക്കും ഈ തോട്ടാണുള്ളത്. യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുമ്പം ഈ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിൽ എപ്പോഴും നിലനിൽക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദാറ്റ് ഈസ് നോട്ട് ഗ്രാറ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് ആങ്സൈറ്റി, ദാറ്റ് ഈസ് ഫിയർ. ഓക്കെ, അതല്ല നമുക്ക് വേണ്ടത്. സോ യു നീഡ് ടു ഹാവ് എ പ്രോപ്പർ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് പ്രാക്ടീസ് ചെയ്യാം, അതല്ലെങ്കിൽ അഫർമേഷൻസ് ആയിട്ട് പറയാം, വാട്ട് എവർ, ദാറ്റ്സ് അപ് ടു യു. പക്ഷെ ഇത് നിങ്ങളൊരു 3 മാസം ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു വാമപ്പ് പോലെ മനസ്സിനെ ആദ്യം പ്രിപ്പയർ ചെയ്യാം. ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് യുവർ മാനിഫെസ്റ്റേഷൻ പ്രിപ്പറേഷൻ. ഓക്കെ, ഇന്ന് മാനിഫെസ്റ്റ് ചെയ്താൽ നാളെ നടക്കാൻ പോകുന്നില്ല. യു നീഡ് ടു പ്രിപ്പയർ യുവർ സെൽഫ്. ഇനി second law of manifestation is the law of belief. You get what you believe you deserve. If no belief, then no manifestation. ഓക്കെ, ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്നം, ആ സ്വപ്നം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, യു ആർ മാനിഫെസ്റ്റിംഗ് എ ഗവൺമെൻറ് ജോബ്. നിങ്ങളൊരു ഗവൺമെൻറ് ജോലി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്കത് വേണം, നിങ്ങൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ
ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ എഴുതുന്ന എക്സാമിൽ ഞാൻ എങ്ങനെ പാസ്സാവും, എനിക്ക് കഴിവൊക്കെ ഉണ്ട് പക്ഷെ കിട്ടുമോ ആവോ, കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. ദിസ് ഇസ് നോട്ട് ബിലീഫ്, ദിസ് ഇസ് യുവർ വിഷ്. ഇത് ആഗ്രഹമാണ്, പക്ഷെ ഇത് നിങ്ങളുടെ വിശ്വാസമല്ല. എനിക്ക് കിട്ടും ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഡിസേർവിങ് ആണ്, എനിക്ക് ഉറപ്പായിട്ടും ഈ ജോലി അതെനിക്കുള്ളതാണ് എന്ന ആ ഉറച്ച വിശ്വാസം, കാരണം ഞാനത് അർഹിക്കുന്നുണ്ട്, ഞാനത് ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണ് എങ്കിൽ മാത്രമാണ് നിങ്ങളിലേക്ക് ആ ജോലി വരിക. ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആഗ്രഹം എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള വഴിയാണ് ഈ പറഞ്ഞു തരുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണം. അപ്പം നിങ്ങളുടെ ആ വിശ്വാസ്യത കൂട്ടാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വഴികൾ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. മനസ്സാണ് എല്ലാം. ആ മനസ്സിനെ വിശ്വസിക്കാൻ പാകത്തിന് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇത് കേൾക്കേണ്ടത്, അറിയേണ്ടത്, ഉറപ്പ് വരുത്തേണ്ടത്, നിങ്ങളുടെ വിശ്വാസത്തിന് ഒരു ബലം കൊടുക്കേണ്ടത്, ആ വഴി സ്വീകരിക്കുക. ഓക്കെ, സോ ഉറച്ചു വിശ്വസിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പണി ഇവിടെ കൊണ്ട് നിർത്താം. വിശ്വാസം ഇല്ലാത്ത ഒരിടത്തും മാനിഫെസ്റ്റേഷൻ വർക്കാവില്ല. അത് എന്ത് തന്നെയാണെങ്കിലും. കാരണം നിങ്ങളുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നോ അത് എന്തുമാവാം, അത് മാനിഫെസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള പവർ മനസ്സിനുണ്ട്. മൈൻഡ് ഇസ് സച്ച് എ പവർഫുൾ മാഗ്നറ്റ്. അത് മനസ്സിലാക്കുക. ഓക്കെ, തേർഡ് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ ഇസ് law of clarity. Be clear about what you want and universe delivers that. Universe doesn't deliver confused request. So let go of all the fear and doubts. കൺഫ്യൂസ്ഡ് സിഗ്നൽസ് മാനിഫെസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു പബ്ലിക് സ്പീക്കർ ആവണം എന്ന് വളരെ ആഗ്രഹമാണ്. ബിക്കോസ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്, ആഗ്രഹവും ഉണ്ട്. പക്ഷെ സ്റ്റേജ് ഫിയർ ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്കതാവണം, പക്ഷെ എനിക്ക് പേടിയാണ് സ്റ്റേജിൽ കയറാൻ, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ പേടിയാണ്, ഞാൻ മറന്നു പോകുമെന്ന് എനിക്ക് പേടിയാണ്. ദിസ് ഈസ് കൺഫ്യൂസിങ് സിഗ്നൽ. നിങ്ങൾ എന്ത് സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾ ഏതൊരു ഓഡിയൻസിൻ്റെ മുന്നിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടായിരിക്കണം. അത് തന്നെ നടക്കുന്നല്ല, ആ രീതിയിൽ തന്നെ നടക്കണമെന്നല്ല, പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് നടന്നിരിക്കും. ചിലപ്പോൾ ഓഡിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം, ടോപ്പിക് ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷെ യു വിൽ ബിക്കം എ പബ്ലിക് സ്പീക്കർ. സോ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ടോപ്പിക്ക് അത് നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് യു ക്യാൻ ഈവൻ പ്രാക്ടീസ് ഇൻ ഫ്രണ്ട് ഓഫ് യുവർ മിറർ. നിങ്ങളുടെ ഈ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, ഭയത്തിനെ മറികടക്കാൻ വേണ്ടിയിട്ട്, ഈ ഭയത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് നഷ്ടങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുതരുള്ളൂ. അതായത് ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റീസ് ഉണ്ടെങ്കിൽ ആ ആങ്സൈറ്റി നടക്കും. യെസ്, കാര്യം ഫിയർ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വിശ്വാസ്യത കൂടുതലുള്ള ഒരു ഫാക്ടറാണ്. പേടിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ പേടിക്കുന്നത്, പക്ഷെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നടക്കും എന്ന് വിശ്വസിക്കുമ്പോൾ ഡബിൾ മൈൻഡഡ് ആണ്. നോ, യു നീഡ് ടു ലെറ്റ് ഗോ ഓഫ് ദാറ്റ്. അത് മനസ്സിലാക്കുക. സോ ക്ലാരിറ്റി ഓഫ് തോട്ട്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. And fourth law for manifestation is law of emotion. Feel it before you see it. Okay, law of emotion എന്താണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു 50,000 രൂപ വേണമെന്ന് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുകയാണ്. മുൻപ് പറഞ്ഞിട്ടുള്ള 3 ലോയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. സോ ഒരു 50,000 റുപ്പീസിൻ്റെ ആവശ്യമുണ്ട്, എനിക്കത് കിട്ടും. ആവശ്യമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടായാൽ അത് കിട്ടണമല്ലോ, അപ്പം അത് കിട്ടും. സോ അത് കിട്ടിയതുപോലെ നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു എമൗണ്ട് കിട്ടി. അപ്പം നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അത് നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? വാവ്, ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് കിട്ടി, ഐ എം ഹാപ്പി. എന്നിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യും how you should use this amount. So this is what you feel in your manifestation. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എന്ത് ഡ്രീം ആണെങ്കിലും അത് നിങ്ങൾക്ക് ഓൾറെഡി വന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാം. ഓക്കെ,
ഇനി നിങ്ങൾക്കൊരു ഡ്രീം ജോബ് മാനിഫെസ്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ ആ പൊസിഷൻ ഒരു ഓഫീസ് റൂമിൽ നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങൾ അവിടെ ഹാപ്പിയാണ്. ആ ഒരു നേടിയെടുത്ത ജോലിയാണ്, മാനിഫെസ്റ്റ് ചെയ്തെടുത്ത ജോലിയാണ്. ആ ജോലിയിൽ നിങ്ങൾ രാവിലെ 9 to 5 നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഇമോഷൻ അവിടെ എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെ കളീഗ്സിനെ അപ്രോച്ച് ചെയ്യും? നിങ്ങൾ എങ്ങനെ ഓരോ പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്യും? നിങ്ങൾ എങ്ങനെ ആ ജോലി ചെയ്യും? അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്? ഇതെല്ലാം ഫീൽ ചെയ്യുക. സോ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് ദ 4th law of manifestation. Now the 5th law of manifestation is law of alignment. Align your thoughts and action as if you have already received. Okay, ഡീറ്റെയിൽ ആയിട്ട് അലൈൻമെൻറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തികളും തമ്മിലുള്ള അലൈൻമെൻറ്റ്. ഓക്കെ, നമ്മളൊരു ഡ്രീം ജോബ് മാനിഫെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം നിങ്ങൾ ജോലി ഇല്ലാതിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ തോന്നിയ സമയത്തായിരിക്കും എഴുന്നേൽക്കുന്നത്. മേ ബി നിങ്ങളൊരു 9 മണിക്ക് എണീക്കുമായിരിക്കും, 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരിക്കും, പിന്നെ ചുമ്മാ മൊബൈൽ സ്ക്രോൾ ചെയ്ത് ഇരിക്കുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വായിക്കാനുള്ളത് പഠിക്കാനുള്ളതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരിക്കും. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യുമോ? ഇല്ല. എന്താണ് ചെയ്യുന്നത്? രാവിലെ എഴുന്നേക്കും, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ക്വിക്കായിട്ട് റെഡി ആവും, നിങ്ങൾ റെഡി ആയിട്ട് ഓഫീസിൽ പോവും. റൈറ്റ്? ഇപ്പം നമുക്കിവിടെ ഓഫീസിൽ പോകാനുള്ള കാര്യമില്ല, പക്ഷെ അതുണ്ടെന്ന് നമ്മൾ മനസ്സിലങ്ങ് സങ്കല്പിക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു ജോലി കിട്ടിയാൽ നിങ്ങൾ ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഒരു ഡേ നിങ്ങൾ ചെയ്യുക. അത് ഡെയിലി ചെയ്തുകൊണ്ട് വരിക. അതായത് ഓക്കെ, നിങ്ങൾക്ക് 9 മണിക്ക് ഓഫീസിൽ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 6 മണിക്ക് എങ്കിലും എഴുന്നേൽക്കണം. സോ വേക്കപ്പ് അറ്റ് 6 AM. എഴുന്നേൽക്കുക, എന്നിട്ട് നിങ്ങളുടെ റുട്ടീൻസ് ചെയ്തുകൊണ്ടിരിക്കുക. സെറ്റ് യുവർ റുട്ടീൻസ്. ബോഡി സൈക്കിളിനെ ആ ഒരു 9 to 5 ജോബിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലേക്ക് കൊണ്ടിടുക. ഓക്കെ, സോ ദാറ്റ് നാളെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. ഓട്ടോമാറ്റിക്കലി യു വേക്കപ്പ് അറ്റ് 6 AM. ഇതാണ് അലൈൻമെൻറ്റ്. അതായത് നിങ്ങൾ അത് ലഭിക്കുന്നതിന് മുമ്പ് അത് ലഭിക്കും എന്നുള്ള ഉറപ്പുണ്ടല്ലോ. അപ്പോൾ അത് ലഭിച്ചാൽ ഉടനെ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ബോഡിയെ ആക്ഷൻ വൈസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന പ്രോസസ്സാണ് അലൈൻമെൻറ്റ്. അതായത് നിങ്ങളുടെ ചിന്തകളിൽ ആ ജോലി ലഭിക്കും എന്ന് വന്നു, ഓൾറെഡി വി ഫീൽ ഇറ്റ്. നമ്മുടെ 4th ലോ ഓഫ് ഇമോഷനിലെത്തും. ഇനി അത് നമ്മൾക്ക് ആക്ഷനായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എന്ത് കാര്യമാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് ചെയ്യുമോ ആ ആക്ഷൻസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ പ്രിറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ റുട്ടീൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. വാവ്, ഇത് കേൾക്കുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് ജോബ് ടു ഡു എന്ന് തോന്നും, പക്ഷെ ചെയ്ത് തുടങ്ങുമ്പോൾ സിമ്പിളാണ്. ബിക്കോസ് ഇങ്ങനെയാണ് നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് വർക്ക് ചെയ്യുക. വെറുതെ ഇങ്ങനെ ഒരു ദിവസം 5 മിനിറ്റ് ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കണ്ണടച്ച് ഐ എം മാനിഫെസ്റ്റിംഗ് ദാറ്റ് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻസ് ചെയ്തു വെച്ചു, എന്നിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാസങ്ങളോളമുള്ള നിങ്ങളുടെ പ്രയത്നമാണ് റിസൾട്ട് കാണാൻ പോകുന്നത്. ഇപ്പോൾ ഒരു വിശ്വാസം വന്നില്ലേ, ഇത്ര വരെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം ലഭിക്കും എന്നുള്ളത്. യെസ്, മൂവിങ് ഓൺ ടു ദ 6th law of manifestation. Law of consistency. Do not lose your belief even if you see the results not coming. ഓക്കെ, കൺസിസ്റ്റൻസി കൊടുക്കുക. നിങ്ങൾ അലൈൻമെൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾക്ക് കൺസിസ്റ്റൻസി കൊടുക്കുക. ചിലപ്പോൾ ഓരോ വ്യക്തികളുടെയും മനസ്സിൻ്റെ പവർ അനുസരിച്ച് ഇന്ന് കിട്ടാം, നാളെ കിട്ടാം, ഒരാഴ്ചയ്ക്കുള്ളിൽ കിട്ടാം, 1 മാസം, 1 വർഷം എടുക്കാം. പക്ഷേ ലക്ഷ്യം ശക്തമാണെങ്കിൽ വിട്ട് കളയാതിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? റിസൾട്ട് നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ കിട്ടും, പക്ഷെ 2 ആഴ്ചയ്ക്കുള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഉടനെ ഹോപ്പ് പോയി ചെയ്യുന്ന പ്രവൃത്തി നിർത്താതിരിക്കുക. എസ്പെഷ്യലി വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർ വെയിറ്റ് ലോസ് ഭയങ്കരമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് പ്ലാനൊക്കെ ഇടും. 6 months പ്ലാനൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ 1 മാസം അത് ഭയങ്കര ചിട്ടയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് ഒന്നുമില്ല, ഉടനെ ഇതങ്ങ് സ്റ്റോപ്പ് ചെയ്യും. കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്തു. പക്ഷേ 1 മാസം കൊണ്ട് റിസൾട്ട് കിട്ടിയില്ലെങ്കിലും 6 മാസത്തെ പ്ലാൻ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തിരുന്നുവെങ്കിൽ 1 മാസം കൊണ്ടുണ്ടാകാത്ത റിസൾട്ട്
6 മാസം കൊണ്ട് ഇരട്ടിയായിട്ട് അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് വിസിബിൾ ആകുന്ന തരത്തിലേക്ക് കണ്ടേനെ. ബിക്കോസ് ഇനിഷ്യലി ഒക്കെ നമുക്ക് വെയിറ്റ് ലോസിന് വളരെ വിസിബിലിറ്റി കുറവായിരിക്കും ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പം ഒരു 2 കിലോ 3 കിലോ ഒക്കെ വെയിറ്റ് ലോസ് വന്നാൽ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യില്ല. നമുക്ക് അത്ര അധികം ഒരു വെയിറ്റ് ഉള്ള ബോഡി മാസ് ഇൻഡെക്സ് ഉള്ള ഒരാൾക്ക്. പക്ഷെ ഒരു 6 മാസം കൊണ്ട് നിങ്ങളൊരു 10 കിലോ ഒക്കെ കുറയ്ക്കുകയാണെങ്കിൽ അത് വിസിബിൾ ചേഞ്ച് ആണ്. അപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ റിസൾട്ടായി വരുന്നത് നോട്ടീസ് ചെയ്യാൻ ഫെയിൽ ആവുന്നു എന്ന് ഉള്ളത് കൊണ്ട് തന്നെ നിർത്തിപ്പോവാതിരിക്കുക. അതാണ് ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ലോ ഓഫ് കൺസിസ്റ്റൻസി ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എത്ര സ്ട്രെസ് ചെയ്ത് പറയണം എന്നറിയില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 7th law of the manifestation, second last law ആണ് law of detachment. Let go of the need to wait for the result. Okay, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്രാക്ടീസ് ഡിറ്റാച്ച്മെൻറ്റ്. ഓക്കെ, ഈ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരക്തി അല്ല, അതാദ്യം മനസ്സിലാക്കുക. എക്സ്പെക്റ്റേഷൻ ഇല്ലാത്ത അവസ്ഥയെ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയും. നിങ്ങൾ ചെയ്യാനുള്ളതെല്ലാം നിങ്ങൾ ചെയ്യും, എന്നാൽ നിങ്ങൾ അതിനോട് അറ്റാച്ച്മെൻറ്റ് കൊടുക്കില്ല. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് പോലെ കർമ്മം ചെയ്യൂ, ഫലം ഇച്ഛിക്കാതിരിക്കൂ. ഇതാണ് ഡിറ്റാച്ച്മെൻറ്റ്. അതായത് കർമ്മം ചെയ്താൽ ഫലം ലഭിക്കും എന്നുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കലി നോൺ ആണ്. ബിക്കോസ് യൂണിവേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ന്യൂട്ടൺസ് ലോ പോലെ തന്നെയാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പം നിങ്ങളിലേക്ക് ആ റിസൾട്ട് യൂണിവേഴ്സ് തരും. കാര്യം യൂണിവേഴ്സ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നത് ഒരു തരി പോലും കള്ളത്തരം ഇല്ലാതെയാണ്. യൂണിവേഴ്സ് വർക്ക്സ് അറ്റ് ദ ബെസ്റ്റ് ഫോർ യു. യൂണിവേഴ്സിൽ ഒന്നും തെറ്റായി നടക്കുന്നില്ല. അപ്പം നിങ്ങൾ ഡിറ്റാച്ച്ഡായി പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ ലോ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഒരു കാര്യം എക്സ്പെക്ട് ചെയ്തിരിക്കും, നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതൊന്ന് വരട്ടെ എന്നിട്ട് ബാക്കി പ്ലാൻ ചെയ്യാം. നോ. 7ാമത്തെ കാര്യം ലോ വരെ, 7ാമത്തെ ലോ ഓഫ് മാനിഫെസ്റ്റേഷൻസ് വരെ നിങ്ങൾ ചെയ്യുക. റെസ്റ്റ്, ലീവ് ഇറ്റ് ടു യൂണിവേഴ്സ്. യു ഡോണ്ട് ബോദർ അബൌട്ട് ദ റിസൾട്ട്. എപ്പോൾ വേണമെങ്കിൽ വരട്ടെ, വന്നോളും. നിങ്ങൾ ചെയ്തു എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ 7ാമത്തെ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിറ്റാച്ച്മെൻറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തിയിരിക്കും. ബിക്കോസ് അത് ഓൾറെഡി നിങ്ങളിൽ എത്തുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ഫീല് വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഓൺ ദ വേ. നൗ ദ ലാസ്റ്റ് ലോ ഓഫ് മാനിഫെസ്റ്റേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം. ലോ ഓഫ് ആക്ഷൻ. ടേക്ക് ആക്ഷൻ ആസ് ഇഫ് യു ഓൾറെഡി റിസീവ്ഡ് ഇറ്റ്. ലോ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോ ഓഫ് അലൈൻമെൻറ്റ് പോലെ തന്നെ ഉള്ള ഒരു ലോ ആണ്. അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ലോ ഓഫ് അലൈൻമെൻറ്റും ലോ ഓഫ് ആക്ഷനും ഏകദേശം ഒരുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു കാര്യം ലഭിച്ചു, നിങ്ങൾക്ക് ശീലമായി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആക്ഷൻസ് നിങ്ങൾ കണ്ടിന്യൂറ്റി കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. സ്പെഷ്യലി ഫിനാൻസ് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സ്കാർസിറ്റി മൈൻഡ് സെറ്റിൽ ഒരിക്കലും നിൽക്കാതിരിക്കുക, അബൻഡൻറ്റ് മൈൻഡ് സെറ്റിൽ നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ഇഷ്ടമുള്ള ഒരു കാര്യം വാങ്ങിക്കുമ്പോൾ നിങ്ങളതിനെ പൈസ എത്രയാകും എന്നോർത്ത് ടെൻസ്ഡ് ആവാതെ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക. ബിക്കോസ് സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതല്ല നിങ്ങളിലേക്ക് കൂടുതൽ ഫിനാൻസ് വരാനുള്ള മാർഗം. നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു അത്രയും നിങ്ങളിലേക്ക് ഫിനാൻസ് വരും. പക്ഷെ ഓർക്കുക ഒറ്റ കാര്യം, സ്പെൻഡ് ചെയ്യുമ്പോൾ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ഫിനാൻസ് മാനിഫെസ്റ്റേഷൻസ് എന്ന് തന്നെ പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. ബിക്കോസ് അതിൽ തന്നെ കുറേ ലോട്ട് ഓഫ് തിങ്സ് യു ഹാവ് ടു നോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് നമുക്ക് പിന്നീട് ചെയ്യാം. പക്ഷേ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് പറയട്ടെ, സ്ട്രെസ് ചെയ്ത് പറയട്ടെ. സ്പെൻഡ് ചെയ്യുമ്പോൾ അയ്യോ എൻ്റെ പൈസ പോയി, നോ, ആ ഇമോഷൻ പറ്റില്ല. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ കൊന്നുകളയും. നോ, ഡോണ്ട് ഡൂ ദാറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? നിങ്ങൾ ഒരു ഫീലിംഗ് ആണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫീലിംഗ്, ഒരു മെറ്റീരിയൽ. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോഴും
ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഫിനാൻസ് എന്തിനാണ്? ജീവിക്കാനാണ് അല്ലേ? എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കാനാണ് അല്ലേ? അപ്പോൾ ആ ഫിനാൻസ് അവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് മനസ്സിൽ ദണ്ണം വിചാരിച്ചുകൊണ്ട് സ്പെൻഡ് ചെയ്താൽ ആ ഫിനാൻസ് നിങ്ങളിൽ നിൽക്കില്ല. അപ്പം ഫിനാൻസിനോട് നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫിനാൻസ് അവിടെ നിൽക്കില്ല. അറ്റാച്ച്മെൻ്റ് ഉള്ള ഒന്നും നിങ്ങളുടെ ലൈഫിൽ നിൽക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് 8 ലോസ് ഓഫ് മാനിഫെസ്റ്റേഷൻ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കുറച്ചു പേർക്കെങ്കിലും അതിൻ്റെ ഒരു എസൻസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിലും കൂടുതൽ ലളിതമായിട്ട് പറയാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ലൈറ്റാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാനിഫെസ്റ്റ് ചെയ്യാൻ മുന്നൊരുക്കങ്ങൾ ഉണ്ട് എന്നും അതിന് കാലതാമസം എടുക്കുമെന്നും, നമ്മൾ ആ ഒരു അലൈൻമെൻറ്റിലേക്ക് വരാൻ ഈ ഒരു ഒരു ടെക്നോളജി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രാക്കിൽ വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല, നമ്മൾ ആ മാനിഫെസ്റ്റ് ചെയ്ത് അതിനു വേണ്ടി എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ എത്ര അവേഴ്സ് ആ ഒരു റിസർച്ചിലോ അതിനു വേണ്ടി വർക്ക് ചെയ്യാനോ കൊടുക്കുന്നോ അത്രയും നമ്മൾ അതിനോട് അടുക്കുകയാണ്. അതായത് മണിക്കൂറുകൾ നമ്മൾ അതിനോട് ചേർത്ത് വെക്കുന്നത് എക്സ്പീരിയൻസ് എന്ന് പറയും. അത് വായിക്കാം, അല്ലെങ്കിൽ ആക്ഷൻ എന്തെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഡേ ഡ്രീം ചെയ്യാം, വാട്ടെവർ. ആ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കുന്നത് നിങ്ങൾക്ക് ആ സ്വപ്നത്തിലേക്കുള്ള യാത്ര കൂടുതലായിട്ട് എളുപ്പമാക്കും. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ ഈ സ്റ്റെപ്സ് ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നടന്നിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആസ്ട്രോ ടാറോ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടാറോ റീഡിങ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടാറോ റീഡിങ് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ കോഴ്സസ് ആണ്, അതിലേക്ക് ജോയിൻ ചെയ്യാം. അതിനും ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ തന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, സോ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ all of you all take care, have a very good day. Bye.